ഇറാനെ ചാരമാക്കാൻ ഉറച്ചാണ് ഇസ്രായേൽ അനുനിമിഷം നീങ്ങുന്നത്. നീക്കങ്ങളിൽ US എപ്പോൾ എങ്ങനെ പങ്കുചേരുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടൂ. ഇസ്രായേൽ USനോട് ബങ്കബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും മാരകമായ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനിൽ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആണവായുധ ഊർജ്ജ സംഭരണികൾ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ബങ്കബസ്റ്റർ ബോംബറുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇറാൻ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ഈ ഒരു നീക്കം വരുന്നത്. ഇറാനിലെ ഫോഡോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഏത് വ്യോമാക്രമണങ്ങളെയും ചെറുക്കാൻ സാധിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഫോഡോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 200 അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള 14 ടൺ ഭാരമുള്ള മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർക്ക് മാത്രമേ ഇങ്ങനെ ഒരു നിർമ്മിതിയെ തകർക്കാൻ സാധിക്കൂ എന്ന് വിദഗ്ധർ പറയുന്നു. GBU-57A-B MOP എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ MOP US സൈന്യത്തിലെ ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബങ്കബസ്റ്റർ ബോംബാണ്. 30,000 പൗണ്ട്, ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ ബോംബാണിത്. MOPയിൽ 6,000 പൗണ്ട്, ഏകദേശം 2,400 കിലോഗ്രാം ഭാരമുള്ള ശക്തമായ ഉയർന്ന സ്ഫോടനാത്മക പേലോഡ് വഹിക്കുന്നു. സ്ഫോടനത്തിന് മുൻപ് 60 മീറ്റർ ആഴത്തിലേക്ക് പോകാനുള്ള കഴിവ് ഇവയ്ക്കുണ്ടെന്ന് കരുതപ്പെടുന്നു. പാറ, കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചു കയറാൻ ബങ്കബസ്റ്റർ ബോംബിനാകും. ലക്ഷ്യസ്ഥാനത്ത് തുളച്ചു കയറി സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാകും ബോംബ് പൊട്ടുക. ഇതിനായി പ്രത്യേക ഫ്യൂസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ ലേസർ ഗൈഡഡ് GPS സംവിധാനങ്ങളും ബോംബിലുണ്ട്. ഉരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്താലാണ് ഈ ബോംബിന്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത്. ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും മണ്ണുമൊക്കെ തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതിനാണ് ഈ പുറം കവചം. ഭൂഗർഭ ബങ്കറുകൾ, ആണവ സൗകര്യങ്ങൾ തുടങ്ങിയ കഠിനവും ആഴത്തിൽ കുഴിച്ചിട്ടതുമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്രയും വിപുലമായ രൂപകൽപ്പന ഉണ്ടായിരുന്നിട്ടും MOP ഇതുവരെ ഒരിക്കലും പ്രവർത്തനക്ഷമമായി ഉപയോഗിച്ചിട്ടില്ല. US എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചാണ് ബങ്കബസ്റ്റർ ബോംബുകൾ കൊണ്ട് ആക്രമണം നടത്തുക. MOP പ്രവർത്തനക്ഷമമായി എത്തിക്കാൻ കഴിവുള്ള ഒരേയൊരു വിമാനമാണ് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബ്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഏകദേശം 6,000 നോട്ടിക്കൽ മൈൽ പറക്കാൻ കഴിയുന്ന ഈ ബോംബറിന് ശത്രുവിന്റെ അത്യാധുനിക പ്രതിരോധ കേന്ദ്രങ്ങൾ തുളച്ചു കയറാനും കനത്ത പ്രതിരോധമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2000-ലാണ് ഇത്തരത്തിലുള്ള ബോംബറുകളെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത്. US ആയുധ നിർമ്മാതാക്കളായ നോർത്രോപ്പ് ഗ്രൂമനും ലോക്ക്ഹീഡ് മാർട്ടിനും സംയുക്തമായി ശക്തമായ ബോംബ് ബസ്റ്റർ ബോംബിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും സാമ്പത്തിക ചെലവും കണക്കിലെടുത്ത് പദ്ധതി നിലച്ചു. എന്നാൽ 2003-ലെ USന്റെ ഇറാഖ് അധിനിവേശ സമയത്താണ് ബങ്കബസ്റ്റർ ബോംബുകളുടെ അനിവാര്യത US തിരിച്ചറിയുന്നത്. തുടർന്ന് US എയർഫോഴ്സ്, റിസർച്ച് ലബോറട്ടറിയും ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസി DTRAയും ചേർന്ന് പഴയ പദ്ധതി പൊടിതട്ടിയെടുക്കുകയായിരുന്നു. കൂട്ടനശീകരണ ആയുധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 2004-ൽ MOPയുടെ വികസനം ആരംഭിച്ചു. ഭൂഗർഭ സൗകര്യങ്ങളുടെ പ്രവേശന കവാടങ്ങളിൽ മാത്രം ബോംബിടുന്നത് അവയെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആവശ്യമായ സ്ഫോടന സമ്മർദ്ദം സൃഷ്ടിക്കില്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 2009-ൽ US വിമാനങ്ങളുമായി ആയുധ സംവിധാനം യോജിപ്പിക്കുന്നതിനുള്ള കരാർ ബോയിങ് നേടി. ശേഷം ഏകദേശം 20 മുതൽ 30 വരെ MOP ബോംബുകൾ US വ്യോമസേനയ്ക്ക് കൈമാറി 2011-ൽ US വ്യോമസേനയുടെ ഭാഗമായി. 2012-ൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ബോംബിന്റെ ശേഷിയും വർദ്ധിപ്പിച്ചു. നോർത്രോപ്പ് ഗ്രൂമൻ നിർമ്മിച്ച B-2 ബോംബ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ നട്ടലാണ്. കൂടാതെ സമീപ വർഷങ്ങളിൽ യെമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കൈവശം വച്ചിരിക്കുന്നത് പോലുള്ള ഭൂഗർഭ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇത് ഉപയോഗിച്ചു വരുന്നു. എന്ത് വില കൊടുത്തും ഇറാനിന്റെ ആണവായുധ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ US സഹായം കൂടി ലഭിക്കുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും. ഇനി ഒരു മല തുറന്ന് അതിനുള്ളിൽ ഏത് വ്യോമാക്രമണങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഇറാൻ നിർമ്മിച്ച ആണവ കേന്ദ്രമാണ് ഫോഡോയിലേത്. ഫോഡോയെ തകർക്കാനുള്ള ഏതൊരു ശ്രമത്തിനും അമേരിക്കയുടെ ഇടപെടൽ അത്യാവശ്യമാണ്. കാരണം അത്രയും ആഴത്തിലുള്ള ഒരു കേന്ദ്രത്തെ ആക്രമിക്കാനുള്ള ആയുധങ്ങളോ അവ വഹിക്കാനുള്ള വിമാനങ്ങളോ ഇസ്രായേലിന്റെ കൈവശമില്ല. സമീപ വർഷങ്ങളിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഫോഡോയെ നശിപ്പിക്കാൻ ഇസ്രായേൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല. അതായത് ഇസ്രായേലിന് ഇതുവരെയും ഈ പ്ലാന്റിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയുന്ന വിധം ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് USന്റെ പക്കൽ നിന്ന് ആയുധം കൈവശമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്.